പട്നയിലെ ജൻവിശ്വാസ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബിജെപിയെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ നേതാക്കൾ. ആർജെഡി നേതാവ് തേജസ്വി യാദവ് നയിച്ച ജൻവിശ്വാസ് യാത്രയുടെ സമാപന സഖ്യത്തിന്റെ ശക്തിപ്രകടനമായി മാറി. മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ബീഹാറിൽ നിന്നും തുടങ്ങുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വികസനം എല്ലാവരിലേക്കും എത്തണമെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമെന്ന് പറഞ്ഞ രാഹുൽ ഒരു വ്യവസായിയുടെ കയ്യിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിക്കുന്നുവെന്നും ആരോപിച്ചു. മോദി നുണ ഫാക്ടറി എന്ന് പറഞ്ഞ തേജസ്വി യാദവ് കണ്ണട തുടച്ച് യാഥാർത്ഥ്യങ്ങൾ കാണാൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രിയെ ഉപദേശിച്ചു. പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി മോദി കർഷകർക്കായി എന്ത് ചെയ്തുവെന്ന് ചോദിച്ചു. അടിസ്ഥാന വർഗത്തെ കേന്ദ്ര സർക്കാർ അവഗണിച്ചുവെന്നും മോദി രാജ്യത്തിനായി എന്ത് ചെയ്തുവെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. രാജ്യത്ത് അനീതി നടക്കുന്നു, അത് മറയ്ക്കാനാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. ഒരു വ്യവസായിയുടെ കയ്യിൽ എയർപോർട്ട്, തുറമുഖം, പ്രതിരോധം തുടങ്ങിയ എല്ലാ മേഖലകളും കേന്ദ്രീകരിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. വികസനം എല്ലാവരിലേക്കും എത്തണമെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമാണെന്നും എല്ലാ മേഖലകളെയും മോദി സർക്കാർ തകർത്തുവെന്നും ബിജെപിയും ആർഎസ്എസിനെയും പുറത്താക്കി സർക്കാർ രൂപീകരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. मैं आपसे पूछना चाहता हूं, उन्होंने हिंदुस्तान के किसान का कितना कर्जा माफ किया? हिंदुस्तान के मजदूरों का कितना कर्जा माफ किया? इसीलिए देश में नफरत फैल रही है. മോദിയുടെ ഗ്യാരണ്ടിയെ പരിഹസിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മോദി ബിജെപിയുടെ ഗ്യാരണ്ടിയെന്നോ സർക്കാരിന്റെ ഗ്യാരണ്ടിയെന്നോ പറയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി. 2 കോടി തൊഴിലവസരമെന്ന വാഗ്ദാനം എന്തായി എന്നും അക്കൗണ്ടിൽ 15 ലക്ഷം വന്നോ എന്നും ഖാർഗെ ചോദിച്ചു. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത പെരും നുണയനാണ് മോദിയെന്ന് ഖാർഗെ പറഞ്ഞു. കബളിപ്പിക്കലാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും മോദിയെ മാറ്റാതെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടില്ല എന്നും ഖാർഗെ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.